ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2026 വാർഷിക പരീക്ഷ 4ാം ക്ലാസ്സിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദുറൂസുൽ ഇസ്ലാമാണ്. 1ാമത്തെ പാഠം മുതൽ 10ാമത്തെ പാഠം വരെയുള്ള ദുറൂസുൽ ഇസ്ലാം 1 എന്ന ചോദ്യപേപ്പറാണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 1ാമത്തെ ചോദ്യം ശരി അടയാളപ്പെടുത്തണം. സ്വതക്ക ചെയ്താൽ സമ്പത്ത് എന്താവും? സമ്പത്ത് വർദ്ധിക്കും. സ്വതക്ക ചെയ്താൽ സമ്പത്ത് വർദ്ധിക്കും. അടുത്തത് ബദർ യുദ്ധം നടന്ന മാസം. ബദർ യുദ്ധം റമളാനിലാണ്. ബദർ യുദ്ധം റമളാൻ 17-നാണ് ബദർ യുദ്ധം നടന്നത്. അപ്പോൾ നമുക്ക് റമളാൻ എന്നത് അടയാളപ്പെടുത്താം. അടുത്തത് ഹാപ്പി. ഹാപ്പി എന്നാണ് അർത്ഥം. എന്നാണ് ഹാപ്പി? റിഹില സഈദത്തുൻ. ഹാപ്പി ജേണി എന്ന് പറഞ്ഞിരുന്നില്ല. അപ്പോൾ സഈദ എന്നതാണ് ഹാപ്പി. ഹാപ്പി ജേണി റിഹില സഈദത്തു റിഹിലത്തുൻ സഈദ ഹാപ്പി ജേണി എന്ന്. അപ്പോൾ അത് മനസ്സിലാക്കണം കേട്ടോ. അടുത്തതാ എല്ലാ തിന്മകളുടെയും മാതാവാണെന്ത്? മദ്യപാനം. മദ്യപാനം എല്ലാ തിന്മകളുടെയും മാതാവാണ്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട മസ്ജിദ്. ഏറ്റവും പ്രധാനപ്പെട്ട മസ്ജിദാണ് മസ്ജിദുൽ ഹറാം. മസ്ജിദുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പ്രധാനപ്പെട്ടത് മസ്ജിദുൽ ഹറാം, 2ാമത്തത് മസ്ജിദ് നബവി, 3ാം സ്ഥാനത്ത് മസ്ജിദുൽ അഖ്സ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കുക. അടുത്തത് ഖബറിൽ ചോദ്യമുണ്ടാവുകയില്ല. ആർക്കാണ്? ശുഹദാക്കൾക്കും കുട്ടികൾക്കും ചോദ്യമുണ്ടാവുകയില്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശുഹദാക്കളാണ് വന്നത്. പിന്നെ സൂറത്തുൽ മുൽക്ക് പതിവായി ഓതുന്നവർക്ക്, മരണരോഗത്തിൽ 100 തവണ ഇഖ്ലാസ് ഓതുന്നവർക്കും, വെള്ളിയാഴ്ച രാവിലോ പകലോ മരണപ്പെടുന്നവർക്കൊക്കെ ഖബറിലെ പ്രയാസങ്ങൾ ലഘുവാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കണം കേട്ടോ. ഇനി ചേരുംപടി ചേർക്കാനാണ്. എന്താ വന്നത്? തോട്ടം കുടുംബത്തിന് ഭാഗിച്ചു നൽകി. ആരായിരുന്നു തോട്ടം കുടുംബത്തിന് ഭാഗിച്ചു നൽകിയത്? അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. അപ്പോൾ അതിൻ്റെ സി എഴുതാ. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിച്ച വീട്ടുടമ. ആരുടെ വീട്ടിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയപ്പം താമസിച്ചത്? അബുൽ അയ്യൂബ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അതിൻ്റെ ഡി എഴുതാം. അടുത്തതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനം ചെയ്തു. ആരായിരുന്നു? 10 വർഷം സേവനം ചെയ്തു അനസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അതിൻ്റെ ഈ എഴുതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേട്ട് വഴിയിലിരുന്നു. ആരായിരുന്നു വഴിയിലിരുന്നത്? ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ആണ് താൻ എത്തിയ വഴിയിൽ അതേ സ്ഥലത്ത് തന്നെ ഇരുന്നത്. സദസ്യരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കൂ എന്ന് പറയുന്നത് കേട്ടപ്പോൾ താൻ എത്തിയ സ്ഥലത്ത് ഇരുന്നത്. അപ്പോൾ അത് ഇബ്നു റവാഹ എന്ന എഴുതാം. അടുത്തതാ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടും ലഹരി കഴിച്ചില്ല. ആരായിരുന്നു? ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. താബികളിൽ പ്രമുഖനാണ് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ കാലിന് പഴുപ്പ് ബാധിച്ചു. ഡോക്ടർമാർ മുറിക്കാൻ കൽപ്പിച്ചു. ലഹരിയുടെ ഉപയോഗം അദ്ദേഹം സമ്മതിച്ചില്ല. നിർബന്ധിച്ചിട്ട് ലഹരി കഴിച്ചില്ല. അപ്പം അതിൻ്റെ ബി എഴുതാം. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. ഇനി അടുത്ത പൂരിപ്പിക്കാനാണ്. ഇനി എന്താണ്? പൂരിപ്പിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡാഷിനെ 2ആയി പിളർത്തി. എന്തിനെയായിരുന്നു? സൂര്യനെ 2ആയി പിളർത്തി. ഇവിടെ സൂര്യനെ എഴുതാം. അടുത്തത് ദാനം ചെയ്താൽ ഡാഷിൽ നിന്ന് രക്ഷപ്പെടും. എന്തിൽ നിന്നാണ് രക്ഷപ്പെടുന്നത്? ആപത്തുകളിൽ നിന്ന്. ദാനം ചെയ്താൽ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടും. അടുത്തതാ മസ്ജിദ് ഡാഷ് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം നിർമ്മിച്ച മസ്ജിദ്. ഏത് മസ്ജിദാണ്? മസ്ജിദുൽ ഖുബാ. മസ്ജിദുൽ ഖുബാ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം നിർമ്മിച്ച മസ്ജിദ്. അടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങൾ ഡാഷിനേക്കാൾ മൃദുലമായിരുന്നു. എന്താണ്? പട്ടിനേക്കാൾ മൃദുലമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് തുള്ളികൾ മുത്തുമണികൾ പോലെയാണ്. അപ്പം അതൊക്കെ അതുപോലെ വരാം. അടുത്തത് സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഡാഷ് ശരീരത്തിൽ പുരട്ടിയിരുന്നു. എന്താണ്? സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര് എടുക്കുന്നു, ശരീരത്തിൽ പുരട്ടുന്നു. അപ്പോൾ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര് ശരീരത്തിൽ പുരട്ടിയിരുന്നു. അത് എഴുതാം. അടുത്തതാ ബദറിൽ ഡാഷ് സഹാബികളാണ് ഷഹീദായത്. ബദറിൽ ഷഹീദായത് 14 സഹാബികളാണ്.
14 സഹാബികളാണ് ഷഹീദായത്. അടുത്തതിന് ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. ഖബറിൽ ഹാ ഹാ ലാ അതിരി എന്ന് പറയും ആരാണ്? അവിശ്വാസികളോട് അള്ളാഹു റബ്ബി എന്നൊക്കെ ചോദ്യം ചോദിക്കുമ്പോൾ ഹാ ഹാ ലാ അതിരി എന്ന് പറയും. അപ്പോൾ അവിടെ അവിശ്വാസികൾ എന്ന് എഴുതാം. അടുത്തതാ, മരിച്ചവരെ ജീവിപ്പിച്ച് മോചിതത്ത് കാണിച്ച നബി ആരാണ്? മരിച്ചവരെ ജീവിപ്പിച്ച് കാണിച്ച നബി മോചിതത്തുള്ളത് ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മോചിതത്താണ്. അന്ധരെയും പാണ്ഡുരോഗികളെയും സുഖപ്പെടുത്തി മരിച്ചവരെ ജീവിപ്പിച്ചു. അപ്പോൾ അത് ഈസാ നബി അലൈഹി ഇസ്ലാം എന്നത് നമുക്ക് എഴുതാം. അടുത്തതാ, അല്ലാഹു തആല നമുക്ക് സമ്പത്ത് നൽകുന്നത് എന്തിനാണ്? അല്ലാഹു തആല നമുക്ക് സമ്പത്ത് നൽകുന്നത് നമ്മെ പരീക്ഷിക്കാനാണ്. ആദ്യ ജുമുഅയിൽ എത്ര പേർ പങ്കെടുത്തു? ആദ്യ ജുമുഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ ഖുബാ നിർമ്മിച്ചു. അവിടുന്ന് മദീനയിലേക്ക് പുറപ്പെട്ടു. അവിടെ ബനു സാലിം ഇബ്നു ഔഫിൻ്റെ സ്ഥലത്ത് വെച്ചിട്ട് ജുമുഅ നടന്നു. അതിൽ 100 പേര് പങ്കെടുത്തു. ആ ജുമുഅയിൽ 100 പേരാണ് പങ്കെടുത്തത്. അപ്പോൾ ആദ്യ ജുമുഅയിൽ 100 പേര് നടന്ന സ്ഥലം ബനു സാലിം ഇബ്നു ഔഫിൻ്റെ സ്ഥലത്ത് വെച്ചിട്ട്. അടുത്തതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചിരുന്നത് എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചിരുന്നത്? എപ്പോഴും പുഞ്ചിരി തൂകും, പൊട്ടിച്ചിരിക്കില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചിരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ പുഞ്ചിരി തൂകും, പൊട്ടിച്ചിരിക്കില്ല. അടുത്തതാ, ദവാ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ദവാ എന്ന വാക്കിൻ്റെ അർത്ഥം മരുന്ന് എന്നാണ്. മരുന്ന്, ദവാ ഉൽ കൽബ്, ഹൃദയരോഗത്തിനുള്ള മരുന്ന് നമ്മളിട്ട് പഠിച്ചിരുന്നു. അപ്പോൾ അത് ദവാ എന്നതിൻ്റെ മരുന്ന് എന്ന് മനസ്സിലാക്കാം. അടുത്ത ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനോ? ഖബറിൻ്റെ പ്രയാസം ലഘുവാക്കാനുള്ള ഒരു വഴി നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ്? സൂറത്തുൽ മുൽക്ക് പതിവായി ഓതുക. മരണരോഗത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് 100 തവണ ഓതിയവർക്ക് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഇവർക്കൊക്കെ ഖബറിലെ പ്രയാസങ്ങൾ ലഘുവാക്കും. അപ്പോൾ ഇതിനൊന്ന് എഴുതാനാണ് മനസ്സിലാക്കുക. അടുത്തതെന്താണ്? ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ നശിക്കും. എന്തൊക്കെയാണ് നശിക്കുക? അതിലൂടെ ബുദ്ധി, അഭിമാനം, സമ്പത്ത്, ആരോഗ്യം ഇവയെല്ലാം നഷ്ടപ്പെടും. ബുദ്ധി, അഭിമാനം, സമ്പത്ത്, ആരോഗ്യം ഇവയെല്ലാം നഷ്ടപ്പെടും. കുടുംബ ബന്ധം തകരും. മാരകമായ രോഗങ്ങൾ വരാനും ജീവിതം നഷ്ടപ്പെടാനും അത് കാരണമാകും. അടുത്തെന്താണ്? ശാസ്ത്രം കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഖുർആൻ കണ്ടെത്തിയ 2 കാര്യങ്ങൾ. എന്തൊക്കെയാണ് ഖുർആൻ കണ്ടെത്തിയ 2 കാര്യങ്ങൾ? ഗർഭസ്ഥ ശിശുവിൻ്റെ മാറ്റങ്ങളുടെ ഘട്ടങ്ങൾ, ഭൂമിയുടെ ആകൃതി. ഇത് രണ്ടും ശാസ്ത്രം കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഖുർആൻ കണ്ടെത്തിയ 2 കാര്യങ്ങളാണ് കേട്ടോ. അടുത്തത്, നിത്യവും 2 മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. എന്താണ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്? അല്ലാഹുമ്മ അയ്ത് മുൻഫിക്കൻ ഖലഫൻ, അല്ലാഹുമ്മ അയ്തി മുംസിക്കൻ തലഫൻ. അല്ലാഹുവേ, ദാനം നൽകുന്നവർക്ക് നീ പകരം നൽകണമേ, പിശുക്ക് കാണിക്കുന്നവർക്ക് നീ നാശം നൽകണമേ എന്ന് നിത്യവും 2 മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അടുത്തതാ, മദീനയിലെത്താറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട ജൂതൻ വിളിച്ചു പറഞ്ഞത് എന്തായിരുന്നു വിളിച്ചു പറഞ്ഞത്? അറബികളെ, നിങ്ങളുടെ സൗഭാഗ്യം അതാ വരുന്നു. അറബികളെ, നിങ്ങളുടെ സൗഭാഗ്യം അതാ വരുന്നു. ഇതാണ് ജൂതൻ വിളിച്ചു പറഞ്ഞത്. ഒരാൾ കൈഫ ഹാലുക്ക എന്ന് ചോദിച്ചാൽ അറബിയിൽ എന്തു മറുപടി പറയും? എന്താണ് മറുപടി പറയുക? കൈഫ ഹാലുക്കും എന്ന് ചോദിച്ചാൽ കൈഫ ഹാലുക്കും, എന്താണ്, സുഖമല്ലേ, സുഖമാണോ എന്നൊക്കെ ചോദിക്കൂല. അപ്പം എന്താ മറുപടി പറയാ? ബിഖൈർ അൽഹംദുലില്ലാ, ബിഖൈർ അൽഹംദുലില്ലാ എന്നാണ് മറുപടി പറയേണ്ടത്. അപ്പം അത് എഴുതണം. അടുത്തെന്താണ്? ഹൃദയരോഗം സുഖപ്പെടാനുള്ള ഒരു മരുന്ന്. ഹൃദയരോഗത്തിനുള്ള മരുന്ന് നമ്മൾ ദവാഉൽ കൽബ് എന്ന പാട്ട് രൂപേണ, ദവാഉൽ കൽബ് എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൃദയരോഗത്തിനുള്ള മരുന്ന് 5 കം ദവാഇൽ കൽബി ഹംസത്തുൻ, 5. ഏതൊക്കെയായിരുന്നു 5? ഇപ്പം ഹൃദയരോഗത്തിൻ്റെ മരുന്ന് 5 ഏതൊക്കെയാണ്? അർത്ഥം മനസ്സിലാക്കി ഖുർആൻ ഓതുക 1, 2 അമിത ഭക്ഷണം കഴിക്കാതിരിക്കുക
3 രാത്രിയിൽ നിന്ന് നിസ്കരിക്കുക. 4 അത്തായ സമയത്ത് ദുആ ചെയ്യുക. 5 ബഹുമാനികളായ സജ്ജനങ്ങളുടെ കൂടെ കൂട്ടുകൂടുക. അങ്ങനെയാണ് ഹൃദയരോഗത്തിനുള്ള മരുന്നുകൾ. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കണം. അതിന് 1 എഴുതാനാണ് വന്നത്. അപ്പോൾ ഇഷ്ടമുള്ളത് എഴുതാം. ഇനി 5 വരി കുറയാതെ ഉപന്യസിക്കാൻ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ചിട്ടാണ്. അവിടുന്ന് ഏറ്റവും വലിയ ധർമ്മിഷ്ഠനും ധീരനുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവിടുന്ന് വളരെ ഭംഗിയുള്ളവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസാധാരണ മനുഷ്യനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയുമല്ല. അവിടുന്ന് മലക്കുകളെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സാധാരണക്കാർക്ക് കഴിയില്ല. ആവശ്യമില്ലാതെ സംസാരിക്കില്ല. എപ്പോഴും പുഞ്ചിരി തൂകും. പൊട്ടിച്ചിരിക്കില്ല. തമാശയായിട്ട് പോലും കളവ് പറയില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഞാൻ സേവനം ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ പോലും എന്നോട് എന്ന് പറഞ്ഞിട്ടില്ല. നീ എന്തിനു ചെയ്തു എന്നോ നിനക്ക് അങ്ങനെ ചെയ്തുകൂടായിരുന്നോ എന്നൊന്നും ചോദിച്ചിട്ടില്ല. അപ്പം അത് മനസ്സിലാക്കുക. അടുത്തതിന് ബദരീങ്ങളെ കുറിച്ചിട്ട് എഴുതാനാണ്. ബദരീങ്ങൾ ബദറിൽ പങ്കെടുത്തവരാണ് ബദരീങ്ങൾ. അവർക്ക് അല്ലാഹു തആല വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ബദറിൽ പങ്കെടുത്തവരുടെ സ്ഥാനം എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവർ മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. ബദറിൽ പങ്കെടുത്തവർ 313 പേരാണ്. 14 സഹാബികൾ ഷഹീദായി. സഹാബത്തിൻ്റെ കൈവശം മതിയായ ആയുധങ്ങളോ സന്നാഹങ്ങളോ ഉണ്ടായിരുന്നില്ല. അടിയുറച്ച ഈമാനോടെ ശത്രുക്കളെ നേരിട്ടു. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും സഹായിച്ചു. അങ്ങനെ അവർ മിന്നുന്ന വിജയം കൈവരിച്ചു. അങ്ങനെ ബദറിൽ ഒരു വിജയിച്ചു. അതൊക്കെ ചേർത്ത് നമുക്ക് ബദരീങ്ങളെ കുറിച്ചിട്ട് എഴുതി കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ ഇത്രയാണ് ദുറൂസുൽ ഇസ്ലാം 1 എന്ന് പറഞ്ഞ ഈ ചോദ്യപേപ്പറിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ മുമ്പത്തെ ചോദ്യപേപ്പറൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഉപകാരപ്പെടുത്തുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ പെട്ടുപോകുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.